യുഗങ്ങളോളം ധർമ്മത്തിന്റെ ചെങ്കോൽ വീശിയ പ്രജകളുടെ മര്യാദാ പുരുഷോത്തമൻ പ്രഭു ശ്രീരാമൻ അയോധ്യയിലെ ഭരണം പൂർത്തിയാക്കി ഇനി വൈകുണ്ഠത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ ശാന്തമായി ഒഴുകുന്ന പുണ്യ നദിയായ സരയുവിന്റെ തീരത്തേക്ക് നടന്നു. സരയൂ നദീതീരം നിശബ്ദമായിരുന്നു. പ്രിയപ്പെട്ട പ്രജകളും സഹോദരന്മാരും മുനിമാരുമെല്ലാം നിറഞ്ഞ കണ്ണുകളോടെ പ്രഭു ശ്രീരാമനെ നോക്കി നിന്നു. ശ്രീരാമൻ ശാന്തമായ മനസ്സോടെ തന്റെ പുണ്യ നഗരമായ അയോധ്യയെ ഒടുവിൽ ഒരു നോക്ക് കണ്ടു. അത്രയധികം ഭക്തിയോടെ കൈകൂപ്പി പ്രഭു ശ്രീരാമൻ ലോകത്തോടായി തന്റെ അന്തിമ വാക്കുകൾ ഉച്ചരിച്ചു. എന്റെ പുണ്യ നഗരമായ അയോധ്യ യുഗങ്ങളോളം ഒരു പുണ്യ തീർത്ഥമായി നിലനിൽക്കും. മനുഷ്യരാശി ഇരുട്ടിൽ വഴിതെറ്റുമ്പോഴെല്ലാം എന്റെ അയോധ്യ അവരെ നയിക്കും. ആ വാക്കുകൾ അയോധ്യയുടെ മണ്ണിൽ അമൃതവർഷം പോലെ പതിഞ്ഞു. ശേഷം അദ്ദേഹം ഭക്തി നിർഭരമായ ഹൃദയത്തോടെ സരയൂ നദിയെ നോക്കി കൈകൂപ്പി. അദ്ദേഹത്തിന്റെ സ്വരം പ്രാർത്ഥനയുടെ ഈണത്തിൽ മുഴങ്ങി. പുണ്യ നദിയായ സരയൂ, സത്യമായും ശുദ്ധമായ ഭക്തിയോടെ ഞാൻ നിന്നെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ആരെല്ലാം ശുദ്ധ ഹൃദയത്തോടും ഉദാത്തമായ ചിന്തകളോടും കൂടി അങ്ങയുടെ ജലത്തിൽ മുങ്ങുന്നുവോ അവർക്കെല്ലാം മോക്ഷം ലഭിക്കും. അങ്ങയുടെ ജലത്തിൽ സ്പർശിക്കുക മാത്രം ചെയ്താൽ പോലും അവർക്കുള്ളിൽ ധർമ്മത്തിന്റെ ചൈതന്യം ഉണരും. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാപ്രഭു ശ്രീരാമൻ പതിയെ സരയൂ നദിയിലെ ജലത്തിലേക്ക് കാൽവെച്ചു. നദിയിലെ ജലം അദ്ദേഹത്തിന്റെ പാദങ്ങളെ പുണർന്നു. ഓരോ ചുവടിലും അവിടുത്തെ രാജകീയ രൂപം ദിവ്യ ശോഭയോടെ തിളങ്ങി. നദിയിൽ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷം തന്നെ പ്രഭു ശ്രീരാമൻ തന്റെ മാനുഷിക രൂപം വെടിഞ്ഞ് അനന്തകോടി തേജസ്സോടെ എല്ലാവർക്കും തന്റെ ദിവ്യ രൂപമായ ഭഗവാൻ നാരായണനായി ദർശനം നൽകി. ആ കാഴ്ച കണ്ടു നിന്നവർ ഭക്തിയിൽ നിശ്ചലരായി. തുടർന്ന് മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ജ്വലിച്ചു നിന്ന ഭഗവാൻ തന്റെ പ്രിയ സഹോദരങ്ങളായ ഭരതനോടും ശത്രുഘ്നനോടും സരയുവിൽ ജലസമാധി എടുക്കാൻ നിർദ്ദേശിച്ചു. ഭഗവാന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് ഭരതൻ നദിയിൽ പ്രവേശിച്ചു. ഭക്തിയുടെ പരമമായ ലയനത്തിൽ ഭരതൻ ദിവ്യമായ ശംഖിന്റെ രൂപത്തിൽ ഭഗവാൻ നാരായണന്റെ കയ്യിൽ വന്നു ചേർന്നു. അടുത്തതായി ശത്രുഘ്നൻ പുണ്യ ജലത്തിൽ പ്രവേശിച്ചു. അദ്ദേഹവും പരമമായ സത്യത്തിൽ ഒന്നായി തീർന്നു. ആ ദിവ്യ നിമിഷത്തിൽ ശത്രുഘ്നൻ പവിത്രമായ സുദർശന ചക്രമായി ഭഗവാനിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ പ്രഭു ശ്രീരാമനും തന്റെ പ്രിയ സഹോദരന്മാരും അയോധ്യ നഗരത്തിൽ തങ്ങളുടെ ദിവ്യ യുഗം പൂർത്തിയാക്കി. അങ്ങനെ ഇന്നും സരയൂ നദി അവരുടെ ദിവ്യ തേജസ് ഏറ്റുവാങ്ങി ഒഴുകി നീങ്ങുന്നു. പ്രഭു ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീറാം ടൈപ്പ് ചെയ്യൂ. ജയ് ശ്രീറാം.